റിപ്പോർട്ടറിന്റെ ഒരു വാർത്താ ഇടപെടൽ ഫലം കാണുകയാണ്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റിന്റെ സ്ഥിരം തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനമായിരിക്കുന്നു. ആരോഗ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റിന്റെ സേവനം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് നിലവിൽ ലഭിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ടർ TV വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. സാനിയോ മനോമിയുണ്ട് വിവരങ്ങളുമായി. സാനിയോ, ചുരമിറങ്ങി വരുന്നതിനിടയിൽ നിരവധി ജീവനുകൾ നഷ്ടമാകുന്ന കാഴ്ച വയനാട്ടിൽ പതിവായിരുന്നു. അതിന് കാർഡിയോളജിസ്റ്റിന്റെ ഒരു സേവനം ലഭിക്കുക എന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമാണ്. പരിമിതികൾക്ക് നടുവിലാണ് സർക്കാർ മെഡിക്കൽ കോളേജ് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? ബിനിൽ പറഞ്ഞതുപോലെ ഈ ചുരം ഇറങ്ങിക്കൊണ്ട് ഓരോ ഹൃദ്രോഗിയും കോഴിക്കോട് എത്തുമ്പോഴേക്കും അവർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വയനാട് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം പ്രവർത്തിച്ചിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആഴ്ചയിൽ 2 ദിവസം ഡെപ്യൂട്ടേഷനായി പോയിക്കൊണ്ട് ഉള്ള രീതിയിലായിരുന്നു. അവർ പരിശോധന മാത്രമേ നടത്തുന്നുണ്ടായിരുന്നുള്ളൂ. മറ്റ് സർജറികളോ മറ്റൊന്നും നടത്താനാവാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളടക്കം നമ്മൾ റിപ്പോർട്ടർ വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വയനാട്ടിലുള്ള ആളുകളൊക്കെ ഒന്നടങ്കം പറഞ്ഞത് കാർഡിയോളജിസ്റ്റിന്റെ തസ്തിക സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടത് എന്നായിരുന്നു. ആ ഒരു തീരുമാനം മന്ത്രി OR കേളു മന്ത്രിയായതിനു ശേഷം ആദ്യം എടുക്കുന്ന തീരുമാനം എന്ന തരത്തിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഒരു കാർഡിയോളജിസ്റ്റിന്റെ സ്ഥിരം തസ്തിക, ഇല്ലാത്ത തസ്തികയാണ്, അത് സ്ഥിരം തസ്തിക ഉണ്ടാക്കിക്കൊണ്ട് പുതിയ നിയമനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അത് വലിയ ഒരു തീരുമാനം തന്നെയാണ് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ടി വരും. കാരണം വയനാട്ടിലെ നിരവധിയായ ജീവനുകൾ പൊലിഞ്ഞു പോയത് ഇങ്ങനെ ഒരു കാർഡിയോളജി തസ്തിക ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം മന്ത്രി OR കേളുവും ആരോഗ്യമന്ത്രിയും ഒരുമിച്ചുണ്ടായിരുന്ന യോഗം നടന്നിട്ടുണ്ട്. ആ യോഗത്തിൽ കാർഡിയോളജി തസ്തിക സൃഷ്ടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കകം അതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റിന്റെ സ്ഥിരം തസ്തിക സൃഷ്ടിക്കാൻ ആരോഗ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റിന്റെ സേവനം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ലഭിച്ചിരുന്നത്. റിപ്പോർട്ടർ വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ. സാനിയോ മനോമിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.